ഹല്ലേലൂയ, മഹത്വം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ ആരാധിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ, നന്ദിയോടെ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര കൊണ്ടെന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ സാധ്യമേയത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ സാധ്യമേയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നതോ കൃപയാ കൃപയാ ദൈവ കൃപയാ. നിർത്തിടും ദയയാ ദയയാ നിത്യദയയാ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നതോ കൃപയാ കൃപയാ ദൈവ കൃപയാ. നിർത്തിടും ദയയാ ദയയാ നിത്യദയയാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി.
ദൈവകൃപയാ നിർത്തിടും ദയയാ ദയയാ നിത്യദയയാ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നതോ കൃപയാ കൃപയാ ദൈവകൃപയാ നിർത്തിടും ദയയാ ദയയാ നിത്യദയയാ. 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 നിന്നതോ കൃപയാ കൃപയാ ദൈവകൃപയാ. Oh, glory to God, we praise you, Lord, worship you, Lord. Oh, hallelujah. Oh, glory, 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 glory. Oh, praise you, Lord, worship you, Jesus. നന്ദിയോടെ ഓ നന്ദിയോടെ 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 നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മഹത്വം കർത്താവേ നന്ദിയോടെ ആരാധിക്കുന്നു. ഓ റശാല ബറബ ശറബ ബബ ബബ ഓ റഖല ബറബ ശദല ഖറബ ഓ റബ ശഖല ബറബ റബ 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 ല ബറബ ശദര ഖറബ ല ബറബ റബ. ഹല്ലേലൂയ മഹത്വം കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഓ റശാല രെ 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 Oh hallelujah, glory, 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 glory. Oh hallelujah, glory. നന്ദിയോടെ സ്തുതിക്കുന്നു നന്ദിയോടെ 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 hallelujah നന്ദിയോടെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഓ റബ ദൈവകൃപയാ നിർത്തിടും ഓ റശാല രെ 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 ഓ റബ ശഖല ബറ രെ രെ രെ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകടിയിലെ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല
worship you, Lord. Hallelujah. Thank you, Jesus. Oh, thank you, Lord. Thank you, Jesus. Almighty God. Hallelujah. നന്ദിയോടെ ആരാധിക്കുന്നു. റഷാല റബാ ബാബാ ബാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം കർത്താവേ, നന്ദിയോടെ, ഓ നന്ദിയോടെ, 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 നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ ആരാധിക്കുന്നു. Hallelujah. Praise you, Lord. Praise you, Jesus. Hallelujah. Glory, 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 glory. Oh, glory, 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 glory. Oh, rashala ra ba 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 ba. Thank you, Lord. Thank you, Jesus. Rashala ba ba ba. Majesty, worship His majesty. Unto Jesus be all glory and honor and praise. Worship you, Lord. Worship Majesty, kingdom, authority flow from His throne unto His own, His anthem reign. Amen. So exalt, lift up on high the name of Jesus. Amen. Magnify, come glorify my Jesus the King. So exalt, lift up on high the name of Jesus. Amen. Magnify, അവന്റെ നാമത്തിൽ come ആരാധിക്കുക. Oh, glorify hallelujah. Christ Glory. Jesus നിന്റെ the സാന്നിധ്യം ഞങ്ങളോട് കൂടെയുള്ളതിനെ King. ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഓ, റഷാല റബാ ബാ ബാ ബാ. Majesty, Praise you, Lord. worship Jesus. His Hallelujah. ഓ, റഷാല majesty. റബാ ബാ ബാ. നിന്റെ നാമം ഉയരട്ടെ. Jesus Hallelujah. who Glory, died, ഓ, റഷാല now റബാ. Yes, glorified, Lord. Amen. King of all kings. Jesus who died, now glorified, King of all kings. So exalt, lift up on high the name of Jesus. Magnify, come glorify Christ Jesus the King. So exalt, lift up on high the name of Jesus. Magnify, come glorify Christ Jesus the King. Amen. So exalt. So exalt, lift up on high the name of Jesus. Magnify, come glorify Christ Jesus the King. So exalt, lift up on high the name of Jesus. Magnify, come glorify Christ
Christ Jesus the King. Majesty, worship His majesty. Jesus who died, now glorified, King of all kings. Jesus who died, now glorified, King of all kings. Jesus who died, now glorified, King of all kings. Thank you, Lord. Thank you, Jesus. We praise you, Lord. Jesus who died, now Oh, glory to God. glorified, Thank you, Lord. King of all kings. Oh, hallelujah. Glory. Praise you, Lord. Jesus Thank you, who Lord. died, Thank now you, Jesus. We worship you, Lord. We worship you, King of Jesus. all Jesus who died, now glorified, Oh, hallelujah, hallelujah, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം കർത്താവേ, hallelujah, hallelujah, യേശുവേ യേശുവെ ആരാധിക്കുന്നു കർത്താവേ. ഓ മഹത്വം കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. Yes, Lord, amen. സംഗീതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും, എൻ്റെ സംഗീതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമേ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമേ ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എൻ്റെ സംഗീതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും, എൻ്റെ സംഗീതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും, ഏതൊരാപത്തിലും ഏതു നേരത്തിലും
എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എൻ്റെ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എൻ്റെ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും. എൻ്റെ സങ്കേതവും ബലവും എനിക്കേറ്റമടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനേ, ഈ ധരയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ
you, Jesus. We praise you, Lord. Oh, hallelujah. Thank you, Lord. Yes, Lord. Amen. 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 കർത്താവേ. Oh, hallelujah. Glory, 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 glory. Mighty God, Almighty God, Almighty God, Almighty God. Oh, thank you, Jesus. Yes, Lord. Amen. 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 Oh, hallelujah. Glory, 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 glory. Oh, thank you, Lord. Rabashala, rabababa. Oh, glory to God. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Oh, hallelujah. Glory, 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 glory. Rabashala, re, 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 re. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. Oh, thank you, Lord. ഈശോയെ ആരാധിക്കുന്നു. Oh, റശാല, re, 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 re. Oh, glory, 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 glory. Oh, rabashala, re, 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 re. Oh, rakhala, rasha, re, 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 re. Oh, ra, ra, re, 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 re. Oh, നിന്റെ വലിയ നാമം ഉയർത്തുന്നു കർത്താവേ. Oh, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. Oh, hallelujah. നീ ആരിലും വലിയവനാണ് കർത്താവേ. ഞങ്ങളുടെ ഇരുൾ തിങ്ങിയ വേളകളിൽ കർത്താവേ, ഞങ്ങളുടെ വേദനകളുടെ സമയങ്ങളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളുടെ സമയങ്ങളിൽ കർത്താവേ, ഞങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ ഏകാന്തതയിൽ കർത്താവേ, നീ നിന്റെ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ, ആ മൃദുര സ്വരം കർത്താവേ, ആ ഹല്ലേലൂയ പ്രണയ ഗീതം കർത്താവേ, നീ ഞങ്ങളുടെ കാതുകളിൽ പാടുന്ന ദൈവമാണ് കർത്താവേ. ഞങ്ങൾ ഇരുളിലായിരിക്കുമ്പോഴും കർത്താവേ, ഞങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും കർത്താവേ, ഞങ്ങൾ മുറികൾക്കകത്ത് കർത്താവേ, ആരുമില്ലാത്ത അവസ്ഥകളിൽ ഇരിക്കുമ്പോഴും കർത്താവേ, അമ്മ എന്നെ മറക്കുമ്പോഴും കർത്താവേ, അപ്പൻ എന്നെ ഉപേക്ഷിക്കുമ്പോഴും കർത്താവേ, ആരെല്ലാം എന്നെ വേദനിപ്പിക്കുമ്പോഴും കർത്താവേ, ഒന്നുമില്ലാത്ത അവസ്ഥയിലും കർത്താവേ, ഹല്ലേലൂയ നീ ഞങ്ങളോട് കൂടെയുണ്ട് കർത്താവേ. ഹല്ലേലൂയ നിന്റെ പ്രകാശം കർത്താവേ ഞങ്ങളുടെ മേൽ പരത്തുന്നവനാണ് കർത്താവേ. നിന്റെ നാമം അത്ഭുത മന്ത്രി എന്നാണ് കർത്താവേ. ഓ, നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഓ, ഹല്ലേലൂയ നിന്റെ രക്തത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ നിന്നെ പോലൊരു ദൈവമില്ല, നിന്നെ പോലൊരു രക്ഷകനില്ലല്ലോ കർത്താവേ. ഓ, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോടെ നിന്നെ ആരാധിക്കുന്നു കർത്താവേ, നന്ദിയോടെ നിന്നെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു യേശുവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി. ഓ, ഹല്ലേലൂയ റഷാറാബാബാ. ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുന്നു. ഓ, റഷാല രേ 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 രേ. ഓ, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുള്ളതിനെ ഓർത്ത് ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഇരുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ ഇതിൽ പലരും ഇരുന്നു കൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം വന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഈ അവസ്ഥ വന്നവരെന്ന് ചിന്തിക്കുന്നവരുണ്ട് കർത്താവേ. അവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. നിന്റെ ശക്തിയുള്ള നാമം, നിന്റെ ജീവനുള്ള നാമം ഹല്ലേലൂയ അത് ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവേ, വേദനയോടെ ഇരിക്കുന്ന ഓരോ മക്കളെയും കർത്താവേ ഈ സമയങ്ങളിൽ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവേ. അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ കൃപ അവരുടെ മേൽ ചൊരിയുവാൻ തക്കവണ്ണം കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ അവർ ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവേ, നീ അവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നിന്റെ മാറോട് നീ അവരെ ചേർക്കുന്ന ദൈവമാണ് കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഓ റശാല ബറ 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 ബ. ഓ റബശ
അത്യുന്നതനായ ദൈവം, എല്ലാ നാമങ്ങൾക്കും പുകഴ്ചയായ ദൈവം, എല്ലാ നാമങ്ങൾക്കും ഉയർന്നവനായ നാമം യേശു എന്ന നാമം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓ ഹല്ലേലൂയ, നന്ദിയോട് സ്തുതിക്കുന്നു, ഹല്ലേലൂയ, നന്ദിയോട് ആരാധിക്കുന്നു. താങ്ക് യു ജീസസ്. ഓ ജീസസ്, ജീസസ്, ഓ ജീസസ്, ജീസസ്, ഹല്ലേലൂയ. ഓ റശല റബ ബബ, ഓ റശല റബ ബബ ബബ, ഓ റബ ശല റബ റബ റബ, ഓ ഹല്ലേലൂയ, റശല റബ, ഓ റബ ശല റബ റബ റബ, ഓ റഖശദ റബ റബ. Jesus, oh thank you Jesus, praise you Lord, hallelujah, glory, 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 glory. Oh rashala re 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 re, oh rabashala re 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 re, oh hallelujah, glory, 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 praise you Lord. Rashala re 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 re, oh rababa bashala re 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 re, oh rababa bashala re 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 re, oh rabashala re 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 re, ora bala re 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 re, ora bashala re 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 re. Oh glory, 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 glory. Ora baba baba bashala re 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 re, ora bala re 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 re, ora bala bara bashada la khara bara 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 ba, ora baba 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 hudara khala bara baba baba ba, ora baba bashada la khara bara 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 ba, ora baba baba shala ra bara 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 ba, ora baba 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 bashala ra bara ba. അത്യുന്നത നാമം, ഹല്ലേലൂയ, അത്യുന്നത നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, ഹല്ലേലൂയ, ഉയർത്തുന്നു കർത്താവേ. എല്ലാ നാമങ്ങൾക്കും മേലായ നാമം യേശു എന്ന നാമം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്ധിമജ്ജകളെ തുളച്ചു കയറുന്ന ദൈവത്തിന്റെ നാമം യേശു എന്ന നാമം, ഹല്ലേലൂയ. രോഗികൾക്ക് വിടുതൽ, സൗഖ്യം നൽകുന്ന നാമം യേശു എന്ന നാമം, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നീ എൻ്റെ കൂടെ വാഴുകയാൽ എനിക്കൊരു ആകുലതയുമില്ല, നീ എൻ്റെ കൂടെ വാഴുകയാൽ എനിക്കൊരു ഭയവുമില്ല. യേശുവേ, എൻ്റെ ഭയത്തിന്റെ മേൽ, എൻ്റെ വേദനയുടെ മേൽ നിന്റെ വലം കരം വെച്ച് നീ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ്, ഹല്ലേലൂയ. നീ ഇന്നും ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ്, യേശു എന്ന നാമമാണ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഓ റശല റബ ബബ ബബ, ഓ ഗ്ലോറി, 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 ഗ്ലോറി. ഓ റശല re 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 re, ഓ റബശല re 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 re, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. റശല re 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 re, ഓ റശല re 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 re. താൻ വാഴ്കയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താ, ഹായത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴ്കയാ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താ, ഹായത്ര ധന്യമേ ഈ ലോക ജീവിതം. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്നിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലയോ. ആദി വേണ്ട ആശ്രയമേ
വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലയോ. താൻ വാഴുകയാ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം. താൻ വാഴുകയാ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം. താൻ വാഴുകയാ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്നിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലയോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്നിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds thy future, and life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds the future, and life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know he holds thy future, and life is worth the living just because he lives. Because
because He lives, all fear is gone, because I know He holds thy future, and life is worth the living just because He lives. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ഹായത്ര ധന്യമേ ഈ ലോക ജീവിതം താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്ത ഹായത്ര ധന്യമേ ഈ ലോക ജീവിതം. Hallelujah. Praise the Lord. All the glory and the honor I give to Jesus alone. My brothers and sisters, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും എന്തുമാത്രം സ്നേഹിക്കുന്നു. എല്ലാവരും ഈ ലോക്ക്ഡൗണുമായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ കർത്താവിനെ അറിയാത്തവർ പ്രത്യേകിച്ച് ഇതുമാത്രം അവർ മടുക്കുന്നു, വിഷമിക്കുന്നു. എന്നാൽ നമുക്ക് ഒരു കുറവുമില്ലല്ലോ. നമുക്ക് ആവശ്യത്തിനുള്ള വചനങ്ങളും എല്ലാം അവിടുന്ന് നമുക്ക് തരുന്നുണ്ട്. ഇത് പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിരാവിലെ എന്നെ എഴുന്നേൽപ്പിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറയാനാണ്. അത് ഞാൻ പറയുമ്പോൾ അതിൻ്റെ തലക്കെട്ടൊക്കെ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത് അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ നോയയുടെ കാലത്തെക്കുറിച്ചാണ് പറയുക. അത് ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിൽ പോവുകയാണെങ്കിൽ അനേകം ദൈവദാസന്മാരിലൂടെ കർത്താവ് ഇന്ന് സംസാരിക്കുന്ന ഒരു വിഷയമാണ് കർത്താവിൻ്റെ വരവിൻ്റെ സമയം എങ്ങനെയായിരിക്കും. അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത്, കർത്താവ് അവരെ ഉപയോഗിക്കുന്നത് ഈ ഒരു വചനത്തിലാണ്. നോഹയുടെ കാലം പോലെ ആയിരിക്കും കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത്. അപ്പം നമ്മൾ അതേക്കുറിച്ചാണ് ചിന്തിക്കുക. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ, അതാണ് നമ്മുടെ വിഷയം. അതുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞത് നോഹയുടെ കാലത്ത് എങ്ങനെയായിരുന്നോ, അതായത് ലോകത്തോടുള്ള ആ പാപനിമിത്തം ദൈവം ലോകത്തെ മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി 40 രാവും 40 പകലും മഴ പെയ്യിച്ച് എല്ലാം വെള്ളത്തിനടിയിലായപ്പോൾ നോഹയുടെ കൂടെ 8 പേര് മാത്രം, കുടുംബത്തിലുള്ള 8 പേര് മാത്രം അവിടെ പ്രവേശിച്ച് അവർ രക്ഷപ്പെട്ടു. കർത്താവ് ഇത് ഉന്നയിച്ചുകൊണ്ടാണ് പറയുന്നത്. അവർ ചോദിച്ചു, നിന്റെ വരവിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നോഹയുടെ കാലത്ത് എങ്ങനെയായിരുന്നോ അതുപോലെ ആയിരിക്കും ഞാൻ വരുന്ന സമയത്തും. അപ്പോൾ നോഹയുടെ കാലത്ത് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് പിന്നെ നമ്മൾ ശരിക്കും നോക്കിയാൽ കാണാവുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നും ഇവിടെ പറയുന്നതാണ് ഞാൻ പറയുന്നത്. ഞാനപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു 40 കൊല്ലം 42 കൊല്ലമായി കർത്താവിനെ കണ്ടിട്ട് 36 കൊല്ലത്തോളം വചനം പ്രസംഗിച്ചു. ഇന്ത്യയുടെ പല ഭാഗത്തും എല്ലാം പോയി. ഞാൻ കയറാത്ത അന്നത്തെ സമയത്ത് ഞാനായിരിക്കുന്ന ആ മതത്തിൽ ഞാൻ കയറാത്ത പള്ളികളില്ല. ഒരുമാതിരി എല്ലാ പള്ളികളിലും പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അനേകര് കർത്താവിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നോക്കുമ്പോൾ
ഇന്ന് തന്നെയല്ല, കഴിഞ്ഞ കാലങ്ങളിലൂടെ ഈ 36 കൊല്ലങ്ങളിലൂടെ അനേകര് ഈ ധ്യാനമെല്ലാം കൂടി വലിയ തീക്ഷ്ണതയൊക്കെ കാണിച്ചു. എന്നോടും വലിയ സ്നേഹം, കർത്താവിനോടും വലിയ സ്നേഹമൊക്കെ കാണിച്ചെങ്കിലും ഇന്ന് പലപ്പോഴും അവരാരും സ്ഥലത്തില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ഏറ്റവും അധികം പ്രസംഗിച്ച ജെയിംസ് മഞ്ഞാക്കലച്ചൻ, ഞങ്ങളിപ്പോഴും സ്നേഹിതന്മാരാണ്. അദ്ദേഹം ജർമ്മനിയിലാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ജോസേ, ഞാൻ നോക്കിയിട്ട് നമ്മുടെ പഴയ ആൾക്കാരെ ഒന്നും വചനം പ്രസംഗിക്കുന്ന കാണുന്നില്ലല്ലോ. ആകെപ്പാടെ ഞാനും ജോസും മാത്രം ഇപ്പോഴും വചനം പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ജർമ്മനിയിലും ജോസ് കാഞ്ഞിരപ്പള്ളിയിലുമായിട്ട് ആണെങ്കിലും നമ്മൾ രണ്ടുപേരും, ബാക്കി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവിടെ പോയി. പ്രിയപ്പെട്ടവരെ, ഇത് ഒക്കെ വെച്ചുകൊണ്ടാണ് എൻ്റെ സ്വന്തം അനുഭവത്തിലും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും യൂട്യൂബിലേക്ക് പോയാൽ അനേകം ദേവദാസന്മാരെ കർത്താവ് ഉപയോഗിച്ച് അവർ പ്രസംഗിക്കുന്നതിൻ്റെ ഒക്കെ വെളിച്ചത്തിലാണ് ചില കാര്യങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുക. മറ്റൊന്നിനുമല്ല, നമ്മൾ ആ സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുജാതി ആത്മീയമായിട്ട് ഉറങ്ങുന്നവരാകാതെ നമ്മൾ വേണ്ട കരുതലെടുത്ത്, കർത്താവ് പറഞ്ഞു നോഹയുടെ കാലത്ത് എങ്ങനെയായിരിക്കുമോ അപ്രകാരം തന്നെ ആയിരിക്കും ഞാൻ വരെ വരുമ്പോൾ. അതുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഇതൊക്കെ കാണുമ്പം നിങ്ങൾ ഒരുങ്ങുക. കാരണം എപ്പം വരുമെന്ന് യേശുവിന് പോലും അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. അതാണ് വചനം പറയുക. യേശുവിന് പോലും അറിയത്തില്ല. പിതാവ് തീരുമാനിക്കുന്ന സമയത്താണ് സംഭവിക്കുക. പക്ഷേ നമുക്ക് തന്ന ഒരു സഹായകരമായ ഒരു ഗൈഡ് ചില ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് നോഹയുടെ കാലത്ത് എങ്ങനെയായിരിക്കുമോ അതുപോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ കാലത്തും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നോഹയുടെ കാലത്ത് എങ്ങനെയായിരുന്നു അതെല്ലാം കണ്ടിട്ട് കർത്താവ് പറയുകയാണ്, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. എപ്പം വരുമെന്ന് അറിയത്തില്ല, നമുക്കറിയത്തില്ല, നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. കാര്യം കർത്താവിന് അറിയാൻ പറ്റാത്ത കാര്യം എങ്ങനെയാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവദാസം പറയാൻ പറ്റുമോ? കർത്താവിന് അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ എൻ്റെ വരവ് അടുത്തിരിക്കും. നമ്മൾ ദൈവവചനം ശരിക്കും വായിച്ച് പഠിച്ച് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ പറയുന്ന നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ അതുപോലെ വചനത്തിൽ കാണണമെന്നില്ല, പക്ഷേ വചനത്തിൽ കാണുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പം അത് ശരിയാണെന്ന് നോക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കണം. അവസാന കാലത്ത് നോഹയുടെ കാലത്ത് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ വേറെ പല പുസ്തകങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം കൂടെ എടുത്തിട്ട് അത് ഒന്ന് ഏകീകരിച്ച് അതിൻ്റെ ജിസ്റ്റാണ് ഞാൻ പറയുക. അപ്പോൾ ആ വെളിച്ചത്തിൽ ഈ അവസാന കാലത്തെ നോഹയുടെ കാലം എന്ന് പറയുമ്പോൾ അന്ന് നോഹ പെട്ടകം പണിതു. നോഹയുടെ വീട്ടിൽ ഭാര്യയും ആ മക്കളും ആ 8 പേര് മാത്രമല്ല, നോഹയുടെ വീട്ടിൽ അനേകം പേരുണ്ട്. നോഹയുടെ അപ്പനുണ്ട്, അപ്പൻ്റെ അപ്പനുണ്ട്, അങ്ങനെ പല പുറകോട്ട് നോക്കിയാൽ ഒരുപാട് പേര് അന്നത്തെ കാലത്ത് 700ഉം 900ഉം ഒക്കെ വർഷങ്ങൾ ജീവിച്ചവരാണ്. അപ്പം അവിടെയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ 8 പേരേ കയറിയുള്ളൂ. അതായത് മറ്റുള്ളവർ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. കാര്യം അവർക്ക് കൂടുതലും അവരുടെ ശ്രദ്ധ ലോകത്തിലേക്കായിരുന്നു, ലൗകികമായ കാര്യങ്ങളാണ്. നമ്മളും ഒന്ന് ചിന്തിക്കുക. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, കർത്താവിനെ സ്വീകരിച്ച് കാണത്തില്ലായിരിക്കാം. കർത്താവിനെ സ്വീകരിക്കാത്തവർക്ക് ഏതൊക്കെയാലും അവരുടെ ശ്രദ്ധ ലോകത്തിലാണ്. നീ കർത്താവിനെ സ്വീകരിച്ചു എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. നമ്മളെ ഒന്ന് പരിശോധിച്ച് നമ്മൾ ഒരുങ്ങിയിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ മെയിൻ ഫോക്കസ്, നമ്മുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ എവിടെയാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യേശുവിലാണോ അതോ ലോകത്തിലാണോ? നമ്മളെ ദൈവം സൃഷ്ടിച്ചത്, വേദപാഠക്ലാസിൽ പഠിച്ചിട്ടുണ്ടല്ലോ,
ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും. ഇതിനപ്പുറത്ത് നമുക്ക് നമ്മുടെ സൃഷ്ടിക്ക് വേറെ ഉദ്ദേശമില്ല. പിന്നെ നമ്മൾ മനുഷ്യൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആത്മാവും മനസ്സും ശരീരമുണ്ട്. എന്നാൽ യഥാർത്ഥ മനുഷ്യൻ എന്നേക്കും ജീവിക്കുന്നത് ആ മനുഷ്യൻ ആത്മീയ മനുഷ്യനാണ്. പക്ഷെ ആത്മീയ മനുഷ്യൻ മരിച്ചുപോയി എപ്പോൾ ആദം യേശുക്രിസ്തുവാകുന്ന ജീവന്റെ വൃക്ഷത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി നന്മതിന്മകളുടെ വൃക്ഷം, അവിടെ ലോകത്തിൻ്റെ ഒരു വൃക്ഷമാണത്, മരണത്തിൻ്റെ ഒരു വൃക്ഷമാണ്, അതിലേക്ക് നോക്കിയപ്പോൾ. അപ്പം അന്ന് മുതൽ ആദവും ഹവ്വായും മനുഷ്യരാശി മുഴുവനും ജനിക്കുന്നതും ജനിച്ചു കഴിഞ്ഞ് ഒരുപാട് പ്രായമാകുമ്പോഴും അവരുടെ ഫോക്കസും അവരുടെ ശ്രദ്ധയും ലോകത്തിലാണ്, ലൗകികതയാണ്, അല്ലാതെ യേശു അല്ല. ഇനി ധ്യാനമെല്ലാം കൂടി ഒരു പക്ഷേ എന്നെ കാണുന്നവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, വചനം വായിക്കുന്നവരായിരിക്കാം, പഠിക്കുന്നവരായിരിക്കാം, പ്രസംഗിക്കുന്നവരായിരിക്കാം, വചനപ്രഘോഷകരായിരിക്കാം, ഏതെങ്കിലും ശുശ്രൂഷയിൽ മ്യൂസിക് മിനിസ്ട്രിയിലോ ഹീലിംഗ് മിനിസ്ട്രിയിലോ ഡെലിവറൻസ് മിനിസ്ട്രിയിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദർശനങ്ങളുണ്ടായിരിക്കാം. ഇതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഫോക്കസ് എവിടെയാണ്? യേശുവാണോ അതോ ലോകത്തിലെ കാര്യങ്ങളാണോ? ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് ശരീരമുള്ളതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം, നമ്മൾ അധ്വാനിക്കണം, നമ്മൾ ജോലി ചെയ്യണം, കൃഷിക്കാരാണെങ്കിൽ കൃഷി ചെയ്യണം, ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ് ചെയ്യണം, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതൊക്കെ അല്ല നമ്മുടെ ശ്രദ്ധ യേശുവാണ്. കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എൻ്റെ യാതൊരു മിടുക്കുമല്ല. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി അന്ന് മുതൽ 42 കൊല്ലമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, രാവും പകലും എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തയിൽ എനിക്കൊരു ചിന്തയുള്ളൂ, യേശു യേശു യേശു. എൻ്റെ ദൃഷ്ടി എപ്പോഴും യേശുവിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശ്രദ്ധ യേശുവിലായതുകൊണ്ട് ഞാൻ ഒരുപാട് വചനം വായിക്കും, പഠിക്കും, നല്ല നല്ല ആത്മീയമായ പുസ്തകങ്ങൾ വായിക്കും, നല്ല നല്ല ആത്മീയമായ TV പ്രോഗ്രാംസ് ദേവദാസന്മാർ പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കും. ഇത് എന്തുകൊണ്ടാണ്? നേരം വെളുത്ത വൈകുന്നേരം വരെ എൻ്റെ ശ്രദ്ധ യേശുവാണ്. എന്നാൽ ഞാനൊരു കൃഷിക്കാരനാണ് ജന്മനാല്. കൃഷിഭൂമി പോകേണ്ട സമയത്ത് പോകും. അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും മനസ്സിൽ നിന്ന് യേശു മാറിയിട്ടില്ല. അവിടെ ചെല്ലുമ്പോഴും ചെയ്യേണ്ടതൊക്കെ ചെയ്യുകയും പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ പറയുമ്പോഴും യേശു മനസ്സിലുണ്ട്. അപ്പൊ ആ ഫോക്കസ് യേശുവാണ്. നോഹയുടെ കാലത്ത് എന്ന് പറയുമ്പോൾ, നോഹയും പെട്ടകം പണിതപ്പോൾ 40 ദിവസവും 40 രാവും മഴ പെയ്യുമെന്ന് കർത്താവ് നോഹയോട് പറഞ്ഞപ്പോൾ, വചനം വായിച്ചു നോക്കണം, എനിക്കെല്ലാം പറഞ്ഞു തരാനായിട്ട് സമയമില്ല. അന്ന് വരെ മഴ പെയ്തിട്ടില്ല ഭൂമിയിൽ. മഞ്ഞുകൊണ്ടാണ് ഭൂമി നനഞ്ഞുകൊണ്ടിരുന്നത്, അല്ലാതെ മഴ പെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് നോഹ പറയുവാണ്, ഞാൻ ഈ വലിയ കപ്പൽ പോലത്തെ പെട്ടകം പണിയുന്നത് എൻ്റെ ദൈവം പറഞ്ഞു 40 ദിവസവും 40 രാവും മഴ പെയ്യാൻ പോവുകയാണ്. അവർ വിശ്വസിക്കുമോ? അവരവനെ കളിയാക്കി കൂക്ക് വിളിച്ച് അവനെക്കുറിച്ച് പറയാവുന്ന എല്ലാ പടദൂഷണവും പറഞ്ഞ് കളിയാക്കി കാണും. അതുകൊണ്ട് തന്നെ നോഹ പെട്ടകത്തിൽ കയറിയപ്പം അവരെ വിളിച്ചു കാണും, അവർ വന്നില്ല. മൃഗങ്ങളെല്ലാം വന്നു, പക്ഷികളെല്ലാം വന്നു, ദൈവം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും വന്നു. പക്ഷെ മനുഷ്യൻ മാത്രം വന്നില്ല. ആകപ്പാടെ 8 പേര് വന്നു. അപ്പം യേശുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞാലും അവിടെ ഒരു ലൗകികതയായിരുന്നു. നമുക്കിന്നും ഈ ലൗകികത ഉണ്ടെങ്കിൽ നമ്മൾ നോഹയുടെ കാലത്തെ മനുഷ്യരെ പോലെയാണ്. രണ്ടാമത് നമ്മൾ കാണുന്നുണ്ട്, നോഹയുടെ കാലത്തിന് മുമ്പ് ആദത്തിന്റെ ആദ്യത്തെ സന്തതികളാണ് കായേനും ആബേലും. ആബേലിനെ കായേൻ കൊന്നു. അപ്പൊ കൊലപാതകം. ഇതൊക്കെ നോഹയുടെ കാലത്തോട് ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളാണ്, കൊലപാതകം. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ നമ്മൾ കാണുന്നത് എന്നതാ, കൊലപാതകങ്ങളൊക്കെ വർദ്ധിക്കുകയാണ്. മനുഷ്യനെ ഒരു വിഷമവും കൂടാതെ, ഒരു മനസാക്ഷിയില്ലാതെ കൊല്ലുന്നുണ്ട്. നീ ശാരീരികമായി കൊന്നില്ലെങ്കിലും
അവൻ്റെ സൽപ്പേരിന് ദൂഷ്യം വരത്തക്കവണ്ണം സംസാരിച്ച് അവനെ മറ്റുള്ള മുമ്പിൽ താറടിച്ച് കാണിച്ച് അവനെക്കുറിച്ച് വേണ്ടാത്തതെല്ലാം പറഞ്ഞ് അവനെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു കാലഘട്ടം. തന്നെയാണോ എത്രയോ സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അബോർട്ട് ചെയ്ത് കളയുന്നു. അതും നിഷ്കളങ്കയായ കുഞ്ഞ് വഴിക്ക് ഓടിപ്പോകാൻ പറ്റുമോ? ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പഠിക്കുന്നില്ല. ഈ കൊലപാതകം നോഹയുടെ കാലത്തുണ്ടായിരുന്നത് തന്നെയാണ് ഇപ്പോഴും നടക്കുക പ്രിയപ്പെട്ടവരെ. പിന്നെ നമ്മൾ കാണുന്നത് നോഹ ഈ കർത്താവിൻ്റെ ഈ വചനം അവരോട് പറഞ്ഞു, 40 രാവും 40 രാത്രിയും മഴ പെയ്യിക്കും എന്ന് പറയുമ്പോൾ നോഹ നമുക്ക് അന്നത്തെ ഒരു വചന പ്രഘോഷകനായിട്ട് തന്നെ അങ്ങ് ചിത്രീകരിക്കാം. പക്ഷെ അവനെ തിരസ്കരിച്ചു, വകവെച്ചില്ല, അവനെ കളിയാക്കി, കൂക്ക് വിളിച്ച് എടാ വിട്ടി മണ്ട, ഇവിടെ മഴ പെയ്യാത്ത ഇന്ന് വരെ മഴ പെയ്യാത്ത സ്ഥലത്ത് 40 രാത്രിയും 40 പകലും മഴ പെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ നീ മണ്ടനല്ലേ? അവൻ്റെ പേര് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എല്ലാവരും അവനിൽ നിന്ന് അകന്നു പോയി. അവൻ്റെ കൂടെ ആരുമില്ല. അപ്പം അവൻ അനുഭവിക്കുന്ന ഒരു ലോൺലിനെസ് ഉണ്ട്, ഒരു ഏകാന്തത. ഇന്ന് ആത്മാർത്ഥമായിട്ട് യേശുവിനെ അനുഗമിക്കുന്നുണ്ടവരാണെങ്കിൽ, യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലും ആ ഒരു ഏകാന്തത കാണുകയാണ്. ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ എത്രയോ പേരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. 1000 അല്ല 10,000 ലക്ഷങ്ങളാണ്. ജോസ് ചാച്ചൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രദർ ജോസ് എന്ന് വിളിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ സ്നേഹവും വലിയ കാര്യവും വലിയ തീക്ഷ്ണതയാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് എന്നെ കണ്ടുകൂടാ, തിരിഞ്ഞു നോക്കിയല്ല. ഞാനൊരു വിഡ്ഢിയാണ്. ഇന്ന് എന്നെക്കാളും അറിവായി ജോസ് പറയുന്നതൊക്കെ തെറ്റാണെന്ന് വരെ പറഞ്ഞിറങ്ങുന്നവരുണ്ട്. ഇതൊക്കെ ആ കർത്താവ് വേർതിരിച്ച് കർത്താവ് തൻ്റെ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ഒരു ദാസനെ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എന്നറിയാമോ? വിളിക്കപ്പെട്ടവരുടെ മേല് ഞാൻ മാത്രമല്ല, അനേക ദൈവദാസന്മാരെ വിളിച്ച് കഴിയുമ്പോൾ കർത്താവ് അവരെ അഭിഷേകം ചെയ്യുന്നുണ്ട്. അവനൊരു അഭിഷക്തനാണ്. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അഭിഷക്തനെ തൊട്ടുപോകരുതെന്ന്. കൈകൊണ്ട് തൊടുന്നത് പോട്ട്, നാവ് കൊണ്ട് തൊടാം, നിങ്ങളുടെ മനോഭാവം കൊണ്ട് തൊടാം. ഇതെല്ലാം കർത്താവിൻ്റെ വചനമല്ലേ? നോഹയുടെ കാലത്ത് എങ്ങനെയായിരുന്നോ അന്ന് സംഭവിച്ചത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. വചന പ്രഘോഷകരെ കുറിച്ച് കളിയാക്കി പരസ്പരം നേരം പോക്കിന് വേണ്ടി അവരെ കളിയാക്കുക, അവരെ വിമർശിക്കുക. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് പഴയ നിയമത്തിൻ്റെ ഹാനോക്കിനെ പരസ്യമായിട്ട് വിമർശിച്ച് അവനെ അതുപോലെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് വചനത്തിൽ. ഇനിയും വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ആ കാലയളവിലൊക്കെ കൂടുതലും മനുഷ്യർ അവരുടെ സ്വന്തം ശരീരത്തെയും സ്വന്തം മുഖത്തെയും ബ്യൂട്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ബ്യൂട്ടി പാർലർ, അന്ന് ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ബ്യൂട്ടി പാർലറിൽ പോകുന്ന പോലെ അവരുടെ ആ സൗന്ദര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അങ്ങനെയുള്ള സൗന്ദര്യമുള്ള സ്ത്രീകളെ അന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചവരുണ്ട്. മറ്റൊന്ന് നമ്മൾ കാണുന്നത്, നോഹയുടെ കാലത്ത് കാണുന്നതാണ് ഇപ്പോഴും കാണുന്നത്, ഡിവോഴ്സ്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഡിവോഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആദ്യകാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഡിവോഴ്സ് എന്നൊക്കെ കേൾക്കുന്നത് വല്ല പുറം രാജ്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലും കോട്ടയത്തും എറണാകുളത്തും എല്ലാം ഡിവോഴ്സാണ്. കല്യാണം കഴിച്ചോ 2 ആഴ്ച കഴിയുമ്പോൾ ഡിവോഴ്സ്. ഇപ്പോൾ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പുതിയ സ്റ്റൈലാണ്, ബോണഗെയിനെ കിട്ടുള്ളൂ. ഞാൻ ബോണഗെയിനാണ്, ഞാൻ ബോണഗെയിനെ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ബോണഗെയിനെ ഞാൻ കെട്ടിച്ചിട്ടുണ്ട്. ഈ 2 ബോണഗെയിനെ ഞാൻ കെട്ടിച്ചിട്ട് ഇപ്പോൾ 2 ബോണഗെയിനും ഡിവോഴ്സ്ഡ്. അപ്പോൾ പിന്നെ
ഈ ബോൺ അഗെയിൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? പിന്നെ നമ്മൾ കാണുന്ന നോഹയുടെ കാലത്ത് കാണുന്നത് അവർക്ക് ദൈവത്തെക്കാൾ ഉപരി മനുഷ്യ സ്നേഹം ആവശ്യം, മനുഷ്യന്റെ അംഗീകാരം കിട്ടണം. അതിനുവേണ്ടി അവർ ദൈവത്തെയും ദൈവവചനത്തെയൊക്കെ മാറ്റി വെച്ച് അങ്ങ് മറന്നേക്കുക, വളരെ സൗകര്യപൂർവ്വം അങ്ങ് മറന്നേക്കുക. കാരണം ദേ വാണ്ട് ടു മൂവ് വിത്ത് ദ ക്രൗഡ്. ലൗകികമായ മനുഷ്യരുടെ കൂടെ അംഗീകാരം കിട്ടി അവരുടെ കൂടെ നടക്കണം. നമ്മളിത് കാണുന്നതാ. വീണ്ടും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഡാനിയൽ പ്രവാചകന്റെ 12-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാൽ കാണാം, മനുഷ്യന്റെ അവസാന കാലത്ത് മനുഷ്യന്റെ ബുദ്ധി വർദ്ധിക്കും. ഹി വിൽ ഇൻക്രീസ് ഇൻ നോളജ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ചന്ദ്രനിൽ പോയി, ഇപ്പൊ ചൊവ്വയിലേക്ക് പോകുന്നു. എന്നതാണ് അസാധ്യമായിട്ടുള്ളത്? പറക്കുന്ന കാറുണ്ടാക്കാൻ നോക്കുന്നു. എന്ന് വേണ്ട, പണ്ടൊക്കെ കർത്താവൊക്കെ മൈലുകൾ നടന്ന് പോയി വചനം പ്രസംഗിച്ചു. ഇത് എയ്റോപ്ലെയിനിലും ജെറ്റ് പ്ലെയിനിലും ഒക്കെ പോകാനുള്ള സൗകര്യം, മനുഷ്യൻ്റെ അറിവ്. എയ്റോപ്ലെയിനിൽ പോകരുതെന്നോ ജെറ്റ് പ്ലെയിനിൽ പോകരുതെന്നൊന്നും അല്ല പറഞ്ഞത്. മനുഷ്യൻ്റെ അറിവ് വർദ്ധിച്ചു. ഇൻക്രീസ് ഇൻ നോളജ്. ടെക്നോളജി ഹാസ് ഇൻക്രീസ്ഡ്. മറ്റു നമ്മൾ നോഹയുടെ കാലത്ത് കാണുന്നതാണ്, ദൈവത്തിൻ്റെ വിളിയെ ഒരു പോസിറ്റീവായിട്ട് ഒരു റെസ്പോണ്ട് ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. അന്നും ഇന്നും അതെ. എത്രയോ പേരെ കർത്താവ് വിളിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഈ 36 കൊല്ലത്തിനിടയ്ക്ക് ലക്ഷങ്ങൾ ധ്യാനിച്ചെങ്കിലും അവരൊക്കെ ഇന്ത്യയെ. നേരത്തെ ഞാൻ പറഞ്ഞ മഞ്ഞാക്കാലത്തിന് ഞാൻ കൂടെ ചിന്തിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വചന പ്രഘോഷകർ, ഞങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്നവരൊക്കെ, ചിലരൊക്കെ മരിച്ചുപോയി. പക്ഷെ ഇവരൊക്കെ ഇന്ത്യയെ ഒരു കാലത്ത് വലിയ പ്രസംഗവും ഒക്കെ ആയിരുന്നു. ഇപ്പൊ കാണാനില്ല. കർത്താവിൻ്റെ ആ വിളിയെ പോലും തിരസ്കരിച്ചു. നമ്മൾ നോഹയുടെ കാലത്ത് ആ പെട്ടകത്തിലേക്ക് കയറിയ ഞാൻ പറഞ്ഞല്ലോ, 8 പേര് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളായിരുന്നോ ആ കുടുംബത്തിൽ? ഇന്നും നമ്മുടെയൊക്കെ ഭവനത്തിൽ എത്ര പേരുണ്ട്? നമ്മളായിരിക്കുന്ന സ്ഥലത്തിന് എത്ര പേരുണ്ട്? അന്ന് നോഹയുടെ കാലത്ത് 99% പുറത്താണ്, 1% മാത്രമേ പെട്ടകത്തിൽ കയറിയുള്ളൂ. ഇന്നും നമുക്ക് കർത്താവ് തന്നൊരു പെട്ടകമാണ് യേശുക്രിസ്തു. നമ്മുടെ രക്ഷ യേശുക്രിസ്തുവിൽ ആണ്. യേശുക്രിസ്തു ആ നോഹയുടെ പെട്ടകത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുണ്ട്, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ യേശുക്രിസ്തുവിലാണോ? യേശുക്രിസ്തുവിലാകണമെങ്കിൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിലാണോ ജീവിക്കുക? വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അപ്പൊ നോഹയുടെ കാലം പോലെ ദൈവം ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക. പിന്നെ നമ്മൾ കാണുന്നു, നോഹയുടെ കാലത്ത് ദൈവം വിളിച്ച ആ വിളി. എന്തിനാണ് ദൈവം വിളിച്ചത്? നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക. ആ പരിശുദ്ധി ഉണ്ടോ? ആ പരിശുദ്ധി എന്നതാ? പ്രിയപ്പെട്ടവരെ, സെക്സ്വൽ പ്യൂരിറ്റി മാത്രമല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റാ. പക്ഷെ എല്ലാവരും വിചാരം ഹോളിനെസ്, പരിശുദ്ധി എന്ന് പറയുന്നത് സെക്സ് മാത്രം ബന്ധപ്പെട്ടതാ. അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എന്താണ് പരിശുദ്ധി? കർത്താവ് പറഞ്ഞു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ, ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുക. ഇപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധി എന്താ? നമുക്കറിയാം, ദൈവം പ്രത്യേക ദൈവമാണ്. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. 3 ആൾക്കാര്. പക്ഷേ ദൈവം ഒന്നേ ഉള്ളൂ. കാരണം ഈ 3 ആൾക്കാര് വളരെ ആഴമായിട്ട് സ്നേഹിച്ച് ഐക്യപ്പെട്ട് ഒരാളേ ഉള്ളൂ. ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മക്കളും പലരുണ്ട്. പക്ഷെ നിങ്ങളുടെ വിശുദ്ധി എന്നതാ? ഭാര്യയും ഭർത്താവും മക്കളും സ്നേഹിച്ച് ഒരേ അഭിപ്രായം, ഒരേ ചിന്താഗതി, ഒരേ ലക്ഷ്യം, ഒരേ അഗ്രിമെന്റ്, ഒന്നിച്ച്.
സഭയിൽ. ഇപ്പം ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കവനന്റ് പീപ്പിൾ ആൾക്കാരോടാണ്. കവനന്റ് പീപ്പിളുള്ളവർ, നിങ്ങളുടെ പരിശുദ്ധ എന്നതാ. കവനന്റ് പീപ്പിളുള്ള എല്ലാവരോടും സ്നേഹിക്കുക, അഗ്രി ചെയ്യുക, ഒരേ മനസ്സ്, ഒരേ ഹൃദയം, ഒരേ ലക്ഷ്യം, ഒരേ ചിന്ത. ഇന്ന് ചിലരൊക്കെ കർത്താവ് എന്നിലൂടെ സംസാരിക്കുന്ന വചനം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇപ്പം കവനന്റ് പീപ്പിൾ അല്ലാത്ത മട്ടിലാണ് നടക്കുന്നത്. ഞാനുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ വിധിയാണോ? ദൈവം തീരുമാനിച്ചിട്ട് എന്നെ ഉപയോഗിച്ച് ഞാൻ പ്രസംഗിക്കുന്ന വേദിയിൽ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് വചനം കേട്ട് രക്ഷയിലേക്ക് വന്നവർ ഇന്ന് ഇത് വേണ്ട. ഇതും കർത്താവിൻ്റെ കാലത്ത് എത്രയോ ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ ഇരുന്നു. പക്ഷേ അവർക്ക് ഇഷ്ടമായിരുന്നു കർത്താവിൻ്റെ വചനം. പക്ഷെ ഒരു ദിവസം കർത്താവ് പറഞ്ഞ വചനം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെഴുന്നേറ്റ് പോയി. ഇതൊക്കെ ആർക്ക് പാലിക്കാൻ പറ്റും എന്ന് കർത്താവിൻ്റെ കൂടെ ഇരുന്നവർ പോലും പോയെങ്കിൽ പിന്നെ ഞാൻ അതിശയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണോ വിശുദ്ധി? കർത്താവ് ഉപയോഗിച്ച വ്യക്തിയോട് അഗ്രി ചെയ്യുന്നില്ല, ആ വ്യക്തിയെ തള്ളിക്കളഞ്ഞു. പരസ്പരം ഐക്യമില്ല, പരസ്പരം സ്നേഹമില്ല, ഒന്നും അഗ്രിമെൻ്റ് ഇല്ല. അപ്പോൾ വിശുദ്ധി എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്, സ്നേഹമാണ്. ദൈവം ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധനായിരിക്കുന്നത് പോലെ, ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ, നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ടോ, 1000 പേരായിക്കോട്ടെ, 1000 പേര് കർത്താവ് നോക്കുമ്പോൾ ഒന്നായിരിക്കണം. ഒരേ മനസ്സ്, ഒരേ ആത്മാവ്, ഒരേ ചിന്താഗതി, ഒരേ അഗ്രിമെൻ്റ്. അതാണ് പരിശുദ്ധി. അപ്പം ആ വിശുദ്ധി നോഹയുടെ കാലത്തും പോയി, ഇന്നും പറയേണ്ട ആവശ്യമില്ല, ഇന്നുമില്ല. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ കൂടെ ആയിരുന്നവർ ഇന്നില്ല. അവരുടെ വിചാരം അവരുണ്ടെന്നാ. ഇതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം. അവരുടെ വിചാരം അവർ പറയുന്നതൊക്കെ ശരിയാണ്, അവർക്ക് കർത്താവിനോട് വലിയ തീഷ്ണതയാണ് എന്നൊക്കെ വിചാരിച്ച അവരിയ്ക്കുന്നത്. അവർക്ക് ആത്മീയമായ അന്ധത കടന്നു വന്നത് അറിയുന്നില്ല. ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പെർഫെക്റ്റ് ആണ്, പ്രശ്നം പ്രസംഗിക്കുന്ന ആൾക്കാർ. ഇത് സാത്താൻ്റെ ഒരു തന്ത്രമാണിത്. അതുകൊണ്ട് തന്നെ പണ്ട് കർത്താവിലൂടെ ആയിരുന്നവരും എൻ്റെ കൂടെ ആയിരുന്നവരും ഒക്കെ ഇപ്പോൾ ഇല്ല. നോഹയുടെ കാലത്ത് നോഹയ്ക്ക് കർത്താവ് കൊടുത്ത ഒരു മിനിസ്ട്രിയാണ് പെട്ടകം പണിയുക. ആ പെട്ടകം പണിതപ്പോൾ തന്നെ എത്ര പേര് കളിയായി കാണും. സോ ദേ വർ കമ്മിങ് അഗെയിൻസ്റ്റ് ദ മിനിസ്ട്രി ഓഫ് നോവ. ഇന്നും ഈ കാലഘട്ടത്തിലും പീപ്പിൾ വിൽ കം അഗെയിൻസ്റ്റ് യുവർ മിനിസ്ട്രി. എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ എത്ര പേര് വരുന്നുണ്ട്? ജോബിൻ്റെ പുസ്തകം നോക്കിയാൽ അവിടെ പറയുന്നുണ്ട്, മനുഷ്യർ പറയുന്നുണ്ട്, അവർക്ക് ദൈവത്തെ വേണ്ട, ഞങ്ങളെ വിട്ടേര്, ഡോണ്ട് ഇന്റർഫിയർ വിത്ത് അസ്, ലീവ് അസ് അലോൺ, ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങളതിനാണ് നിന്റെ പുറകെ വരുന്നത്. അതായത് എയ്ത്തീസം, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ. അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തെ കൂടാതെ എല്ലാം ചെയ്യാം. നോഹയുടെ കാലത്തുണ്ടായിരുന്നതാണ് ഇമ്മൊറാലിറ്റി, വൃത്തികെട്ട സെക്സുവലായിട്ടുള്ള പാപങ്ങൾ. ഇന്ന് നമ്മൾ പുസ്തകം എടുത്താലും മാഗസീൻ എടുത്താലും സിനിമ കാണാൻ പോയാലും വീഡിയോ കാണാൻ പോയാലും ഇൻ്റർനെറ്റിൽ പോയാലും വൃത്തികളല്ലാതെ ഒന്നുമില്ല. നോഹയുടെ കാലം. പക്ഷെ എന്നാലും ആ കാലത്തും 8 പേര്, വെരി ഫ്യൂ പീപ്പിൾ ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. അതുപോലെ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിലും നോഹയുടെ കാലത്തെ പോലെ കുറച്ച് പേര്, കർത്താവ് വിളിച്ചവർ ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ ജനത്തിൻ്റെ കൂടെ, കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ വിശ്വസ്തയോടെ നിൽക്കുന്ന എ ഫ്യൂ പീപ്പിൾ ഹു ആർ ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. പിന്നെ നമ്മൾ നോഹയുടെ കാലത്ത് നോക്കിയാൽ കർത്താവ് പറയുന്നുണ്ട്, നോഹയുടെ കാലത്ത് എന്നാ ചെയ്തു? അവർ മേടിച്ചും വിറ്റും കല്യാണം കഴിച്ചും കല്യാണം കഴിപ്പിച്ചു കൊടുത്തും ഒക്കെ ചെയ്തവരാ. വല്ല കുഴപ്പമുണ്ടോ? മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, വിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അധ്വാനിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അവർക്ക് ഇതാണ് അവരുടെ പ്രധാനം. അവരുടെ ശ്രദ്ധ മുഴുവൻ അവിടെയാണ്, കർത്താവല്ല. ഇതാണ് പാപം. ഇത് തന്നെയല്ലേ ഇന്ന് നടക്കുന്നത്. വീണ്ടും നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ 12-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. അവിടെ എന്നാ എഴുതിയിരിക്കുന്നത്?
അവസാന കാലമാകുമ്പോൾ യാത്ര വർദ്ധിക്കും. ട്രാവൽ വിൽ ഇൻക്രീസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു വീട്ടിൽ 2 പേരുള്ള വീട്ടിൽ 2 കാറ് 3 കാറ് മോട്ടോർ സൈക്കിള്, യാത്രയോ യാത്ര. എങ്ങോട്ട് പോകുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. വീട്ടിൽ ഇരിക്കാൻ പറ്റിയല്ല, എല്ലാവരും യാത്രയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പട്ടണങ്ങളിലും ട്രാഫിക് കൂടിയത്. ട്രാഫിക്കിൻ്റെ എണ്ണം കൂടിയിരിക്കുന്നു, യാത്ര വെറുതെ ഉള്ള യാത്രയും കൂടിയിരിക്കുന്നു. അപ്പോൾ പീപ്പിൾ ആർ ഓൾ ട്രാവലിംഗ്. ട്രാവൽ വിൽ ഇൻക്രീസ്, നോളജ് വിൽ ഇൻക്രീസ്. ഡാനിയൽ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ ആ പുസ്തകത്തിൽ 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണാം. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചോ അതൊക്കെ സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കണം, എൻ്റെ വരവ് അടുത്തിരിക്കുന്നു. എപ്പം വരും നമുക്കറിയത്തില്ല, കർത്താവിന് അറിയത്തില്ല, പിന്നെ എങ്ങനെയാണ്. പക്ഷേ എൻ്റെ വരവ് അടുത്തിരിക്കുന്നു, എപ്പം വേണമെങ്കിലും വരാം. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് വെളുപ്പിനെ എനിക്ക് തന്ന സന്ദേശമാണിത് നിങ്ങളോട് പറയാൻ. ഒരുങ്ങിയിരിക്കുക. നമ്മുടെ സമയമല്ല കർത്താവിൻ്റെ സമയം. കർത്താവ് സമയത്തിനൊക്കെ അപ്പുറത്തായി. ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ടൈം. കർത്താവിന് സമയമില്ല. അവിടത്തേക്ക് വചനം പറയുന്നത് അവിടെ 1000 വർഷം ഒരു ദിവസം പോലെയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ 2000 വർഷമായെങ്കിൽ കർത്താവിന് 2 ദിവസമായിട്ടുള്ളൂ. ഇതാണ് കർത്താവിൻ്റെ സമയം. അതുകൊണ്ട് നമ്മളിപ്പം സമയമായെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സമയം കർത്താവിന് അറിയത്തില്ല, പിതാവ് പറയുമ്പോൾ വരും. നമ്മൾ ഒരുങ്ങിയിരിക്കുക. അതിനുവേണ്ടി നല്ലവനായ ദൈവം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണുകൾ തുറന്നു തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഒരു വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ആരോടൊക്കെ മിണ്ടാതിരിപ്പുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടും വിളിക്കുക. നമുക്കൊരു കുഴപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സീരിയൽ കാണുമായിരുന്നു. അത് സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നപ്പം അവിടെ ഒരു മകള് പറയുകയാണ്, ആ മകളുടെ അപ്പനും അമ്മയും വേറെ പിടിഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ട് മിണ്ടുകയില്ല, നോക്കുകയില്ല. എന്നാൽ മകൾക്ക് ആഗ്രഹമുണ്ട് അപ്പനും അമ്മയും ഒന്നിച്ച് താമസിക്കണമെന്ന്. അപ്പം അപ്പൻ്റെ കൂടെ അവൾ താമസിക്കുന്നത്. അപ്പം അവൾ അപ്പനോട് പറയുക, പ്രശ്നം വേറൊന്നുമല്ല, 3 അക്ഷരങ്ങളാണ് നിങ്ങളുടെ പ്രശ്നം. അവൾ അപ്പൻ ചോദിച്ചു, എന്നാടിയാ 3 അക്ഷരങ്ങൾ? EGO, ഈഗോ ആണ് പ്രശ്നം. ഇന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം എന്നിലൂടെ കേട്ടിട്ടുള്ളവരെ, നിങ്ങളുടെ പ്രശ്നവും ഈഗോയാണ്. തെറ്റ് സമ്മതിക്കാൻ മനസ്സില്ല. തെറ്റ് അറിഞ്ഞാൽ പോലും സമ്മതിക്കത്തില്ല. നീ സമ്മതിച്ചാൽ പോലും അത് ഏറ്റു പറയത്തില്ല, ക്ഷമ ചോദിക്കത്തില്ല, അനുരഞ്ജനപ്പെടുത്തില്ല. ഈ ഈഗോ പൈശാചികമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ ഈഗോ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. എപ്പോഴാണ് ലോക്ക്ഡൗൺ കഴിയുന്നത് എനിക്കറിയത്തില്ല. നീ കഴിയുമോ അതോ അത് കഴിയുന്നതിന് മുമ്പേ കർത്താവ് വരുമോ എന്ന് നമുക്കറിയത്തില്ല. നമ്മളൊക്കെ ഇനി വീണ്ടും ഒന്നിച്ചൊരു സഭയെ പ്രാർത്ഥിക്കുമെന്ന് തന്നെ ആർക്കറിയാം. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. എല്ലാവരുമായിട്ട് സ്നേഹിച്ച് അനുരഞ്ജനപ്പെട്ട് ദൈവത്തോടും കുടുംബത്തോടും സഭയിലുള്ളവരോടൊക്കെ ഐക്യത്തിലായിരിക്കാൻ വേണ്ടി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ലവനായ കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു.
യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-അതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിൽ ഏകയാശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിൽ ഏകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. നല്ലിടയനാകും യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. നല്ലിടയനാകും യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും, തൻ കൊടിക്കീഴിൽ എന്നെ നിത്യം നടത്തും അവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിൽ ആശ്രയമേ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിൽ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും,
ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിന്റെ കൂടെയുള്ളതാ. 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 യേശുവിന്റെ കൂടെയുള്ളതാ. യേശുവിന്റെ കൂടെയുള്ളതാ. യേശുവിന്റെ കൂടെയുള്ളതാ. യേശുവിന്റെ കൂടെയുള്ളതാ. ശന്ദാരാബാരി ബാരാബാരന്തല രാജാ റംബല ബലബ തലബലബാരി ബലബലബല റന്തല രാജാ റന്തല രാജാരി ബല രാജാ തല രാജാരി ഗാരാബാരന്ദാരാബാരി ബാരാബ കാരാബ ഹൂഡ രാജാ റന്ദാരാബ കാരാബ ശന്ദാ രാജാ റംബാലാബ തല രാജാ റന്തല രാജാ റിംബല ബലബാരി ബലബലബാരന്തല രാജാ കാരാബ ശന്ദാ രാജാരി ഗാരാബ കാരാബ ഹൂഡ രാജാ റന്ദാരാബാരി ബാരാബ ഹൂഡ രാജാ റന്ദാ രാജാ കാരാബ ശന്ദാ രാജാ റീബ രാജാ റന്തല രാജാ റീബല ബലബ റന്തല ബലബ കാരാബ ശന്ദാ രാജാ റീ ഗാരാബ രാബ ലാബ കാരാബ ശന്ദാ രാജാ കാരാബ ഹൂഡ രാജാ കാരാബ റീബ രാബ കാരാബ റീ ഗാലാബ റന്ദാ രാജാ രാബ ലാബ റീബ രാബ ഹൂഡ രാജാ റന്ദാ രാജാ റംബ ലാബ റീബ രാബ ശന്ദാ രാജാ കാരാബ ഹൂഡ രാജാ കാരാബ റീബല ബല ബല റന്തല രാജാ റന്തല രാജാ റന്തല രാജാ കാരാബ ശന്ദാ രാജാ റീബ രാബ ഹൂഡ രാജാ കാരാബ റീബ രാബ റീബ രാബ റീബ രാബ 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 കാലാബ റീബ രാബ റീബ രാബ റീബ രാബ ലാബ രാബ കാരാബ ശന്ദാ രാജാ രാബ ലാബ രാബ രാബ കാരാബ ഹൂഡ രാജാ റംബ ലാബ കാരാബ റീ രാബ റന്തല രാജാ റന്തല രാജാ കാരാബ ശന്ദാ രാജാ കാരാബ ഹൂഡ രാജാ രാബ ലാബ റീബ രാബ കാരാബ ബാബ ബാബ ശാദാ ലാബ രാബ 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 ശാദാ രാബ 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 ഹൂഡ രാജാ രാഘ ലാബ രാബ രാബ ബാബ ശാല രാബ ശാദാ രാബ 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 താൻ വാഴ്കയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെ നോർത്താം ഹായത്ര ധന്യമേ ലോക ജീവിതം താൻ വാഴ്കയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെ നോർത്താൻ ഹായത്ര ധന്യമേ ലോക ജീവിതം ആദി വേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിന്നിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ ആദി വേണ്ട ആശ്രയമേക
സംഭൂതനായി